ഹലോ എവരി വൺ, ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഡൗണോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം നമുക്ക് നിഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ തുടങ്ങിയിട്ട് പിന്നെ ചെറിയൊരു സൈഡ് വേസ് ആയിട്ട് മാർക്കറ്റ് പോയെങ്കിലും പിന്നെ മാർക്കറ്റ് തിരിച്ചു വരാൻ ഒരു 100 പോയിൻറ്റോളം മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു തിരിച്ചുവരവല്ല മാർക്കറ്റിൽ നിന്നുണ്ടായത്. കാരണങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. US ഇമ്പാക്റ്റാണ്, ടാരിഫ് വാർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് US മറ്റ് രാജ്യങ്ങൾക്ക് മുകളിൽ ചുമത്തുന്ന നികുതി ആഗോള വിപണിയെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം ക്രൂഡ് ഓയിലിനൊക്കെ ഇന്ന് വില കൂടി, ക്രൂഡ് ഓയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇന്ത്യയിലെ വിപണിയെ തന്നെ മാറ്റിമറിക്കും. ഇന്ത്യയിലെ വിപണിയിൽ സിമൻറ്റ്, അതുപോലെ തന്നെ പവർ, ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഏതായാലും മാർക്കറ്റ് തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നമുക്ക് സെക്ടറൽ മൂവ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. IT സോഫ്റ്റ്വെയർ മേഖലയിലും കാര്യമായിട്ടുള്ള മൂവിങ് ഉണ്ടായിട്ടില്ല. ഫിനാൻസിൽ ഡൗൺ ആണ്, ടെക്സ്റ്റൈൽ ഡൗൺ ആണ്, കെമിക്കൽസ് കുഴപ്പമില്ല എങ്കിലും കൂടിയിട്ട് അയൺ ആൻഡ് സ്റ്റീലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇൻഡസ്ട്രിയൽ മേഖലയിൽ നല്ലൊരു ഡൗൺ ഇന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിമൻറ്റിൻ്റെ മേഖലയിലും നല്ലൊരു ഡൗൺ ഇന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബജറ്റ് ദിവസം ഇന്ത്യയിൽ നിന്ന് 1130 കോടിയോളം രൂപയുടെ ഷെയറുകൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിറ്റൊഴിവാക്കിയിട്ടുണ്ട്. അതും ഇന്ന് മാർക്കറ്റിൻ്റെ നല്ലൊരു തകർച്ചയിൽ തുടങ്ങാനുള്ളൊരു കാരണമായിട്ടുണ്ട്. തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഏതായാലും നമുക്ക് നാളെ നിഫ്റ്റിയിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റിയിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പിനാണ് ചാൻസ്. 23,350 എന്നുള്ള നിലയിൽ ഒരു ഗ്യാപ്പപ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ചെറിയൊരു ഗ്യാപ്പപ്പോ അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഏതാണ്ട് 23,500 വരെ മാർക്കറ്റ് പോവുകയും അവിടെ നിന്ന് നല്ലൊരു ഡൗൺ ഉണ്ടാവാൻ ചാൻസുമുണ്ട്. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ താഴെ പോവുകയാണെങ്കിൽ 23,200 വരെ പോകാനും ചാൻസ് ഉണ്ട്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ക്ലോസ് ആയി കിടക്കുന്നത് 73,300ലാണ്, 73,186ലാണ്. 319 പോയിൻറ്റിൻ്റെ ഡൗൺ ആണ് സെൻസെക്സിൽ ഇന്ന് അനുഭവപ്പെട്ടത്. നാളെ നമ്മുടെ ലെവൽസുകളൊക്കെ വരുന്നത് 77,000 പോയിൻറ്റ്, 75,000 നിന്ന് മാർക്കറ്റ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ തന്നെ നല്ലൊരു ഫാളിംഗ് ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ 76,800 പോയിട്ട് മാർക്കറ്റ് തിരിച്ച് 77,300 തന്നെ തിരിച്ച് വരാനും ചാൻസ് ഉണ്ട്. ഏതായാലും ഈ 3 ലെവലുകൾ എല്ലാവരും നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും ഓർത്ത് വെക്കുക. ഈ 3 ലെവലിലാണ് മാർക്കറ്റ് നാളെ ചലിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ സെബി രജിസ്റ്റേർഡ് അല്ല, ഇത് ഓൺലി എഡ്യൂക്കേഷൻ പർപ്പസാണ്. ഓക്കെ.